എല്ലാവർക്കും നമുക്കിടയിലെ പാട്ടുകാർ എന്ന കണ്ണൂർ മൗണ്ടിൻ്റെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഒരുപാട് സിനിമകളിലും അതുപോലെ തന്നെ കഥാപ്രസംഗം, അതുപോലെ തന്നെ നാടൻ പാട്ട്, നിരവധി മേഖലകളിൽ അവരുടെ മുദ്ര പതിപ്പിച്ച ബിന്ദു ഇരിട്ടിയാണ്. അപ്പോൾ അവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട്? ബിന്ദു ഇരിട്ടി അല്ല, എങ്ങനെ അറിയപ്പെടുന്നത്? ബിന്ദു ഉളിക്കൽ. അപ്പോൾ ഉളിക്കലാണോ? ഈ ഇരിട്ടി ഉളിക്കൽ അടുത്തടുത്ത സ്ഥലമാണല്ലേ? അടുത്തടുത്ത സ്ഥലം. അപ്പോൾ അവിടെ ഇരിട്ടിയിലാണോ ഇപ്പോൾ എവിടെ വർക്ക് ചെയ്യുന്നത്? ഇപ്പോൾ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? ഇരിട്ടിയിലുള്ള ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റിയിൽ. ഒരുപാട് നാളായ വർക്ക് ചെയ്യുന്ന അവിടെ? ഞാൻ ഒരുപാടായില്ല, ചേർന്നിട്ട് കുറച്ചേ ആയുള്ളൂ. അപ്പോൾ ഇപ്പോൾ എന്തൊക്കെ? ബാങ്ക് 27 വർഷമായി ഉണ്ട് വന്നിട്ട്. ഇപ്പോൾ എന്തൊക്കെ മേഖലകളിലാണ് പ്രവർത്തിക്കുന്നത്? സിനിമ, കഥാപ്രസംഗം, അതുപോലെ പാട്ട്, നാടൻ പാട്ട്. ഏതൊക്കെ നാടൻ പാട്ട് എത്ര നാളായി പാടുന്നല്ലേ? പഠിച്ചിട്ടുണ്ടോ? നാടൻ പാട്ടുകൾ സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ പാടുന്നത്. അങ്ങനെ സ്കൂളിൽ പഠിക്കുമ്പോൾ മറ്റ് എന്തെങ്കിലും, അതായത് ഏത് വർഷമാണ് സ്കൂളിൽ പഠിച്ചത്, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും പറയാൻ അത് പ്രേക്ഷകരായിട്ട്? 96-97 വർഷത്തിൽ കലാതിലകം കിട്ടിയായിരുന്നു. കലാതിലകമായിരുന്നു. പിന്നീട് 2 തവണ കിട്ടി കലാതിലകം. ഒന്ന് കേരളോത്സവത്തിൽ, യുവജനങ്ങളുടെ കേരളോത്സവം ഇല്ലേ, ആ മത്സരത്തിൽ കലാതിലകം കിട്ടിയായിരുന്നു. അപ്പോൾ അതിനുശേഷമാണോ ഈ ഒരു പാട്ടിലേക്കും അതുപോലെ തന്നെ കഥാപ്രസംഗത്തിലേക്കൊക്കെ വന്നത്? എങ്ങനെയാണ് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴേ കഥാപ്രസംഗത്തിലേക്ക് എങ്ങനെ എത്തിപ്പെട്ടു? അതല്ലെങ്കിൽ കഥാപ്രസംഗത്തിലേക്ക് അമ്മയാ എന്റെ ഗുരു. അമ്മ കാതികയായിരുന്നു. കാതിക കുമാരിയമ്മണി എന്ന് അമ്മനെ അറിയപ്പെടുന്നത് തന്നെ. അമ്മ കുട്ടികളെയൊക്കെ ബാലവാടിയായിട്ട് പഠിപ്പിച്ചോണ്ടിരുന്നത്. അപ്പൊ അമ്മയാണ് കഥാപ്രസംഗം പറയുന്നത്. എന്നെ അമ്മയാ പഠിപ്പിച്ചത്, അമ്മയാ ഗുരു. ഒരു 4 വരി ഒരു പാട്ട്, അല്ലെങ്കിൽ നാടൻ പാട്ടോ അല്ലെങ്കിൽ കഥാപ്രസംഗത്തിന്റെ എന്തെങ്കിലും ഒന്ന് പ്രേക്ഷകരായിട്ട് പങ്കുവെക്കാൻ പറ്റും? കൈലാസത്തിലെ പനിനീർ പോലെ നീയും പൂവിൻ തേനുണ്ണും പൂമ്പാറ്റയായി ഞാനും വിളിക്കാതെ വന്നെന്നെ താരാട്ടുപാടും ഹൃദയേശ്വരി എൻ്റെ പ്രിയ കാമിനി. വിളിക്കാതെ വന്നെന്നെ താരാട്ടുപാടും ഹൃദയേശ്വരി എൻ്റെ പ്രിയ കാമിനി. അത് ദക്ഷയാഗം എന്ന് പറഞ്ഞ കഥാപ്രസംഗത്തിലെ വരികളാണ്. ബിന്ദു ഇരിട്ടി അല്ലെ ബിന്ദു ഉളിക്കലിനെ ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റിന്റെ ഒരു മീറ്റിംഗിൽ വെച്ചിട്ടാണ്. അപ്പോൾ നമ്മളൊരു സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിച്ചിട്ടുണ്ട് ഒരുമിച്ച്. അപ്പോൾ ഈ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് ഇപ്പോഴും സിനിമയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? എങ്ങനെയാണ് സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ് എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നാലും അവർക്കൊരു സിനിമേൻ്റെ ഭാഗമാകാൻ വേണ്ടിയിട്ട് പ്രതിഫലമൊന്നും കിട്ടിയില്ലെങ്കിലും മുഖം കാണിക്കാൻ വേണ്ടി ഒരുപാട് ആളുകളുണ്ടല്ലോ. അപ്പം അവരെല്ലാവരും ചേർന്ന് ഐഡന്റിറ്റി കാർഡ് എടുത്ത് ഒന്നിച്ചൊരു യൂണിയനായിട്ട് ഒരു ഒറ്റക്കെട്ടായിട്ട് നിന്നാലേ അതിനൊരു പരിഹാരം പൂർണ്ണമായിട്ടുണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ച് പേര് കാർഡ് എടുത്തവരുണ്ടാവും, കാർഡ് എടുക്കാത്തവരുണ്ടാവും. കുറച്ച് പേര് എവിടെയെങ്കിലും ഷൂട്ടിംഗ് നടക്കുമ്പോൾ അവിടെ ഉണ്ടാകുന്ന ആളുകൾ. അപ്പോൾ അവരെന്ത് ചെയ്യും? അവർക്ക് ചെറിയൊരു പൈസയൊന്നും കിട്ടിയില്ലെങ്കിലും ഒന്ന് സിനിമാ താരത്തിൻ്റെ കൂടെ നിന്നാൽ മതി, മോഹൻലാലിൻ്റെയോ മമ്മൂട്ടീൻ്റെയോ കാവ്യ മാധവൻ്റെ ഒക്കെ കൂടെ നിന്നാൽ മതി എന്നും പറഞ്ഞ് നിൽക്കുന്നവരും ഉണ്ട്. അതുപോലെ ഈ സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റുമാരോട് ഒരു അവഗണന പൊതുവെ സിനിമ മേഖലയുണ്ട്. എല്ലാ സെറ്റിലും ഒന്നും ഞാൻ കണ്ടിട്ടില്ല. ചില സെറ്റിലൊക്കെ വ്യത്യാസമുണ്ട്. പിന്നെ മെയിനായിട്ട് അഭിനയിക്കാൻ വരുന്നവർക്ക് കൊടുക്കുന്ന ഭക്ഷണം മറ്റുള്ളവർക്ക്, മറ്റുള്ളവർക്ക് കൊടുക്കുന്നില്ല. അവർക്ക് വേറൊരു സ്ഥലത്താണ് കൊടുക്കുന്നത്. അങ്ങനെയൊക്കെ. പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ ചെന്നാലും ബാത്റൂമിന്റെ സൗകര്യം ലഭിക്കാതെ. അപ്പോൾ ഇനി പുതിയ സർക്കാരുകളൊക്കെ വന്നു, സ്ത്രീകൾക്ക് സൗജന്യ യാത്ര, അതുപോലെ തന്നെ സ്ത്രീകളെ കൂടുതൽ ഉന്നതിയിലേക്ക് അല്ലെങ്കിൽ മുന്നോട്ടേക്ക് കൊണ്ടുവരാനായിട്ടൊക്കെ ഈ പുതിയ സർക്കാർ. അപ്പോൾ ആ സർക്കാരിനോട് എന്താണ് പറയാനുള്ളത്? സ്ത്രീകൾക്കും കുട്ടികൾക്കും രാത്രിക്കാണെങ്കിലും സുരക്ഷിതരായിട്ട് യാത്ര ചെയ്യാനൊക്കെ ഉള്ളൊരു സുരക്ഷാ സംവിധാനം ഇപ്പോഴും. അത് രാത്രിക്ക് ഒരു യാത്ര ചെയ്യുന്ന ഒരു ലേഡിയുടെ പുറകെ പല മോശമായിട്ടുള്ളതും ഉണ്ടാവും, അവരെ അപകടപ്പെടുത്തുന്ന തരത്തിലുള്ള ദുരുദ്ദേശത്തോടു കൂടിയവരും ഉണ്ടാവും, അല്ല നല്ലവരും ഉണ്ടാവും, സഹായിക്കുന്നവരും, 2 തരത്തിലുള്ളവരും ഉണ്ട്. അപ്പോൾ മറ്റ് നാട്ടിലേക്കൊന്നും ഞാൻ അങ്ങനെ അധികം കാണുന്നില്ല. നമ്മുടെ കേരളത്തിലാണ് അങ്ങനെ പുറകെ. ഈ
സിനിമ അല്ലാതെ വേറെ ഏതൊക്കെ മേഖലയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്? വേറെ ഞാൻ സ്ഥിരമായിട്ട് സ്റ്റേജ് പ്രോഗ്രാമാണ് ചെയ്യുന്നത്, കഥാപ്രസംഗം, അതുപോലെ നാടൻ പാട്ട്, അങ്ങനെയുള്ള മേഖലയാണ് ചെയ്യുന്നത്. ഇനിയും ഏതെങ്കിലും ഒരു വരിയും കൂടെ പ്രേക്ഷകർക്ക് വേണ്ടി, നല്ലൊരു പാട്ട്. കാലത്തു കാണുമ്പോൾ സരസ്വതിയാണമ്മ, ഉച്ചയ്ക്കു ശ്രീ മഹാകാളി, സന്ധ്യയ്ക്കു ചന്തത്തിൽ ചമഞ്ഞിടുമമ്മ, ദുർഗാ ഭഗവതിയല്ലോ, ചോറ്റാനിക്കരയമ്മയല്ലോ, ചോറ്റാനിക്കരയമ്മയല്ലോ. കാലത്തു കാണുമ്പോൾ സരസ്വതിയാണമ്മ, ഉച്ചയ്ക്കു ശ്രീ മഹാകാളി, സന്ധ്യയ്ക്കു ചന്തത്തിൽ ചമഞ്ഞിടുമമ്മ, ദുർഗാ ഭഗവതിയല്ലോ, ചോറ്റാനിക്കരയമ്മയല്ലോ, ചോറ്റാനിക്കരയമ്മയല്ലോ. വേറെ ഏതൊക്കെ മേഖലകളിലേക്ക് പ്രവർത്തിച്ചിട്ടുണ്ട്? രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ്? രാഷ്ട്രീയത്തിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 2 തവണ BJPയുടെ കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിച്ചിട്ടുണ്ട്, സ്ഥാനാർത്ഥിയായിട്ടൊക്കെ നിന്നിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാണ്? അതിനെ കുറിച്ചൊക്കെ പാർട്ടിയിൽ ഇപ്പോഴെന്തെങ്കിലും? ഇപ്പൊ ഇരിക്കൂർ നിയോജക മണ്ഡലത്തിന്റെ ട്രഷററാണ്, മഹിളാ മോർച്ചയുടെ. അപ്പോൾ ഈ രാഷ്ട്രീയത്തിൽ എന്തെങ്കിലും ജനങ്ങളെ സഹായിക്കാനൊക്കെ ഒരു അവസരം കിട്ടിയിട്ടുണ്ടോ? അങ്ങനെ ചോദിച്ചാൽ ഞാനങ്ങനെ സ്ഥാനാർത്ഥി ആയിട്ട് നിൽക്കുന്നതല്ലാതെ ഞാനങ്ങനെ ഓരോ കാര്യങ്ങൾ, വീട് കിട്ടാത്തവർക്കൊക്കെ അപേക്ഷ എഴുതി കൊടുത്ത് കളക്ടറേറ്റിൽ കളക്ടർക്ക് കൊടുത്തിട്ട് അങ്ങനെ വീടൊക്കെ പാസ്സായി കിട്ടിയിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു കൊടുത്തിട്ടുണ്ട്. ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനിയൊരു അടുത്ത പ്രാവശ്യം മത്സരിക്കുകയാണെങ്കിൽ? എൻ്റെ വീടും അങ്ങനെ ഞാൻ അപേക്ഷ കളക്ടർക്ക് കൊടുത്തിട്ട് കിട്ടിയതാ. ആണല്ലേ? നിങ്ങൾക്കും വീട്ടിൽ വെച്ച് ലൈഫ് മിഷന്റെ വീട്. അപ്പോൾ ഇനിയൊരു അവസരം ഇതുപോലെ രാഷ്ട്രീയത്തിൽ വന്ന് മത്സരിച്ച് ജയിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ വീട് കിട്ടാത്തവർക്ക് വീട്, അതുപോലെ തന്നെ ചികിത്സ കിട്ടാത്തവർക്ക് ചികിത്സ, ഇതൊക്കെ ചെയ്തു കൊടുക്കാനായിട്ടുള്ള ഒരു, അത് കിട്ടേണ്ടത് അർഹതപ്പെട്ടവർക്ക് കിട്ടണം, അർഹതയില്ലാത്തവർക്കല്ല, അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളത്. ആണല്ലേ? ഉള്ളവർക്ക് തന്നെ കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, ഇല്ലാത്തവർക്ക് കൂടി കിട്ടണ്ടേ. അപ്പോൾ ഇപ്പോൾ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, ഈ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, അതുപോലെ തന്നെ സിനിമയുടെ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോകുന്നു, പാട്ട് പാടാൻ പോകുന്നു, അതുപോലെ രാഷ്ട്രീയത്തിൽ ചെറിയ രീതിയിലൊക്കെ പ്രവർത്തിക്കുന്നു, ഇതൊക്കെ എങ്ങനെയാണ് ഒരുമിച്ച് കൊണ്ടുപോകുന്നത്? കുറച്ചൊക്കെ പടം വരയ്ക്കുകയും ചെയ്യും ആർട്ടിസ്റ്റായിട്ട്. സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ ഡ്രോയിങ്ങിന് എല്ലാത്തിനും മത്സരത്തിലൊക്കെ 1ാം സ്ഥാനം ഉണ്ടായിരുന്നു. ആണല്ലേ? പടവും വരയ്ക്കും. കുറച്ച് കാലം കൊണ്ടാണ് പുറകോട്ട് പോയത്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളെല്ലാം എങ്ങനെ ചെയ്യുന്നു? അതിനൊക്കെ സമയം എങ്ങനെ കണ്ടെത്തുന്നു? എനിക്ക് നല്ല മൈൻഡായിരിക്കണം, വിഷമിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഒന്നും പറ്റാറില്ല. അപ്പോൾ ഇനി നിങ്ങളെ പോലെ അത്യാവശ്യം ഒരു കഥാപ്രസംഗം ഞാൻ സ്വന്തമായിട്ട് രചിച്ചു, ശ്രീമുത്തപ്പൻ എന്ന് പറഞ്ഞ്. ബാക്കി എല്ലാ കഥാപ്രസംഗങ്ങളും എന്നെ അമ്മ പഠിപ്പിച്ചതാണ്. അപ്പോൾ ഒരു കഥാപ്രസംഗം അമ്മ ചെയ്യുന്നതൊക്കെ നോക്കിയിട്ട് ശ്രീമുത്തപ്പൻ എന്ന് പറഞ്ഞ മുത്തപ്പൻ്റെ കഥാപ്രസംഗം സ്വന്തമായിട്ട് രചിച്ച് പൂർത്തിയാക്കി. ഈ പാട്ട് പാടാൻ എങ്ങനെയാണ് പോകുന്നത്? പാട്ട് പാടാനും അങ്ങനെ നാടൻ പാട്ടിൻ്റെ സ്കൂളിൽ പഠിക്കുമ്പോൾ തൊട്ടേ പോകുമായിരുന്നു. കലാഭവൻമണിയുടെ ഒക്കെ പാട്ട്. കലാഭവൻമണിയുടെ ഒരു പാട്ട് പ്രേക്ഷകർക്ക് വേണ്ടി പാടാവോ? ഏതെങ്കിലും ഒരു പാട്ട് ഇഷ്ടപ്പെട്ട? ചാലക്കുടി ചന്തയ്ക്കു പോകുമ്പോൾ ചന്ദനച്ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്കു പോകുമ്പോൾ ചന്ദനച്ചോപ്പുള്ള മിങ്കാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീന് പെണ്ണിൻ്റെ കൊട്ടേല് നെയ്യുള്ള പിടയ്ക്കണ മീനാണേ. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ. നേരം പോയി മീനും ചീഞ്ഞേ അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചന്ദന ചോപ്പുള്ള പെണ്ണ് ചതിക്കണ കാര്യം നേരാണേ. ചന്ദന ചോപ്പുള്ള പെണ്ണു ചതിക്കണ കാര്യം നേരാണേ. ചാലക്കുടി ചന്തയ്ക്കു പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചാലക്കുടി ചന്തയ്ക്കു പോകുമ്പോൾ ചന്ദന ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ.
ഇപ്പോൾ ഈ ഒരു കണ്ണൂർ മൗണ്ടിൽ നമുക്കിടയിലെ പാട്ടുകാരെന്ന പരിപാടിയിലൊക്കെ ഇപ്പോൾ ഈ പാട്ടൊക്കെ പാടിയപ്പോൾ ചിലപ്പോൾ ഇനി സിനിമയിൽ നിന്നൊക്കെ ഒരു വിളി വന്നൊക്കെ നിങ്ങളെ പാട്ട് കാണുന്നവർ ചിലപ്പോൾ വിളിച്ചേക്കാം. അപ്പോൾ മറ്റൊരു കാര്യം, ഈ ബാങ്കിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്? ബാങ്കിൽ വർക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ്? അപ്പോൾ ഓരോ ഫീൽഡിലാണോ എങ്ങനെയാണ്? അത് നമ്മൾ അതിലേക്ക് ബാങ്കിലൊരു ഏജൻ്റായിട്ട് കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ ഓരോ സ്കീമുകൾ ചേർക്കുക ചെയ്യുന്നത്. ഒരു ഏജൻ്റായിട്ട് അതിൽ വർക്ക് ചെയ്യാൻ ചെല്ലുമ്പോൾ പിന്നെ നമ്മൾ അതിനറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. സൊസൈറ്റി എന്താണ്, ആ സൊസൈറ്റിയിലുള്ള സ്കീമുകൾ എന്തൊക്കെയാണ്, നമ്മൾ കസ്റ്റമർ ചേർക്കുന്ന സ്കീമുകൾ എന്തൊക്കെയാണ്, അതിലുള്ള പിന്നെ ഒരു ഏജന്റിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്തൊക്കെയാണ്, ഒരു സീനിയർ സിറ്റിസന് കിട്ടുന്ന ഇൻസെൻറ്റീവ് എന്തൊക്കെയാണ്. പല വകുപ്പുകളുണ്ട്. പെൺകുട്ടികൾക്കുള്ള NVY ഉണ്ട്, നിർവൃത്തി വേതന യോജന, പെൻഷൻ സ്കീം പോലെ 7 വർഷം എത്രയാണ് അവർ തുക അടയ്ക്കുന്നത്. ഒരു 5000 ആണെങ്കിൽ 7 വർഷം കഴിയുമ്പം വീണ്ടും 7000 കൂടെ അവർക്ക് ആ കുട്ടികൾക്ക് 14 വർഷത്തെ കിട്ടും. ഇതൊക്കെ ഗവൺമെന്റിന്റെ സ്കീമാണ്. അപ്പോൾ രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നതോടൊപ്പം പ്രവൃത്തി പരിചയം ഉണ്ടാവില്ല ഇങ്ങനെയൊക്കെ? അതായിരിക്കും ഇങ്ങനെ ചെയ്യാനൊക്കെ ഒരു ഉൾപ്രേരിതം അല്ലേ? അത് എനിക്ക് എൻ്റെ അമ്മേൻ്റെ കൂടെ തന്നെ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയിലെ ഒരു സാറാണ് എന്നെ ആദ്യമായിട്ട് ബാങ്കിൻ്റെ വർക്കിന് വിളിച്ച് ഒരു മീറ്റിംഗ് വെച്ചപ്പം താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറഞ്ഞ്. എന്നിട്ട് ഞാൻ അവിടുന്ന് വേണോ വേണ്ടയോ എന്ന് ചിന്തിച്ച് തിരിച്ചു പോയി. പിന്നെ അവരെന്നെ വന്ന് വിളിച്ചപ്പോഴാണ് 2-3 മീറ്റിങ്ങിന് പോയി കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ചെയ്യാവുന്നൊരു. ബാങ്കിന്റെ പേരെന്താണ്? ബാങ്കിന്റെ ഇന്ത്യൻ കോപ്പറേറ്റീവ് ക്രെഡിറ്റ് സൊസൈറ്റി, ICCSL. ഓക്കെ. അപ്പോൾ ഇനി ഈ കുടുംബ പശ്ചാത്തലമൊക്കെ എങ്ങനെയാണ് നിങ്ങളുടെ? അതായത് മകള്, അമ്മ, അല്ലെങ്കിൽ ഞാനും അമ്മയും മോളുമാണ് ഉള്ളത്. മോള് പഠിക്കുവാണ്, ഞാനും അമ്മയും അപ്പം വീട്ടിലുള്ളത്. മോളും ഇതുപോലെ പാട്ടൊക്കെ പാടുമോ? മോള് പാട്ട് പാടും, ഡാൻസുകാരാണ്. അവള് ഭരതനാട്യമൊക്കെ പഠിച്ചിട്ടുണ്ട്. ഇരുട്ടിയിലെ റഫീഖ് മാഷിന്റെ അടുത്ത് നിന്ന് പഠിച്ചിട്ടുണ്ട്, ചിലങ്ക നൃത്തവേദി. അപ്പൊ മോളിപ്പോ എന്ത് ചെയ്യുന്നു? എല്ലാവരെയും 2 വർഷം കൊണ്ടാണ് പഠിപ്പിക്കുന്നത്. അവളെ 1 വർഷം കൊണ്ട് അരങ്ങേറും പറഞ്ഞ മാഷം അങ്ങനെ 1 വർഷം കൊണ്ട് അവളെ അരങ്ങേറ്റി. മോളിപ്പം എന്ത് ചെയ്യുന്നു? എവിടെ? അവളും പാട്ട് പാടും. എന്നാൽ കൂടുതൽ അവൾക്ക് ഡാൻസിനോടാ താല്പര്യം. അല്ല, അവർ വർക്ക് ചെയ്യുന്നുണ്ടോ? അല്ലെങ്കിൽ ഇല്ല, വർക്ക് ചെയ്യുമല്ല, പഠിക്കുകയാണ് ചെയ്യുന്നത്, എഞ്ചിനീയറിംഗ് പഠിക്കുന്നു. പിന്നെ ഈ ഒരുപാട് നമുക്ക് ഈ ഓരോ മേഖലയിലൊക്കെ എത്തിപ്പെടാനൊക്കെ ഒരുപാട് സുഹൃത്തുക്കളും അല്ലെങ്കിൽ സഹായങ്ങളൊക്കെ ആവശ്യമുണ്ട്. അപ്പോൾ അങ്ങനെ ഓർക്കാനായിട്ട് ഏതെങ്കിലും സുഹൃത്തിന്റെ പേരോ എന്തെങ്കിലും? അങ്ങനെ സുഹൃത്തുക്കള് ആരുമില്ല. ഉണ്ട്, സ്കൂളിൽ പഠിച്ചവരൊക്കെ. എൻ്റെ മോക്കൊരു കോളേജിൽ നിന്ന് ഒരു ആക്സിഡന്റ് ഒക്കെ വന്നപ്പോഴും ഞങ്ങളുടെ ഒരു സ്കൂളിൽ പഠിച്ച ഒരു ഗ്രൂപ്പ് ഉണ്ട്, ചങ്ങാതിക്കൂട്ടം, അവരൊക്കെ സഹായിച്ചത്. അപ്പൊ പണ്ട് ഈ കലാത്തിലൊക്കെ എല്ലാം കിട്ടുന്ന സമയത്തില്ല അവർക്കറിയാം. അപ്പോൾ ഈ കണ്ണൂർ മൗണ്ടിന്റെ പ്രേക്ഷകരോട് എന്താണ് ഈ ഇത്രയും മേഖലകളിലൊക്കെ പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് പറയാനുള്ളത്? സാമ്പത്തികമായിട്ടുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അന്ന് എനിക്ക് എവിടെ ഒരു ഇതായിട്ട് സ്ഥിരമായിട്ട് എത്തിപ്പെടാൻ പറ്റാതെ വന്നത്. എനിക്ക് കണ്ണൂര് റേഡിയോ നിലയത്തിലൊക്കെ ജോലിക്ക് എന്നെ വിളിച്ചപ്പം പോകാൻ സാധിച്ചില്ല. അങ്ങനെ അന്ന് പോയിരുന്നെങ്കിൽ വാർത്ത വായിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ശബ്ദപരിശോധനയുടെ ടെസ്റ്റിനൊക്കെ വന്ന് കോഴിക്കോട് പോയിട്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്ന് ആകാശവാണിയിൽ ഇവിടെ പിന്നെ നാടകത്തിൻ്റെയും കഥാപ്രസംഗത്തിൻ്റെയും ഒക്കെ കോഴിക്കോട് നിലയത്തിലേ ഉള്ളൂ, ശബ്ദപരിശോധനൻ്റെ കണ്ണൂരില്ല. അപ്പം അങ്ങനെ അതിനന്ന് വന്ന പേപ്പറും കടലാസും ഒക്കെ ഇന്നും കവറിൽ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അങ്ങനെയല്ല, കണ്ണൂർ മൗണ്ടിന്റെ ഈ പരിപാടിയിൽ അവതരിപ്പിച്ചല്ലോ, ഈ പരിപാടിയെ കുറിച്ചും അതുപോലെ നിങ്ങൾ ഇത്രയും മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നില്ലേ, അപ്പൊ അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? എല്ലാവരും പരമാവധി സപ്പോർട്ട് ചെയ്യണം. അങ്ങനല്ല, നിങ്ങളിപ്പം പറഞ്ഞല്ലോ ബാങ്കിൽ വർക്ക് ചെയ്യുന്നു, അതുപോലെ രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്യണം, രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നു, അതുപോലെ തന്നെ പാട്ട്, കഥാപ്രസംഗം, സിനിമയിൽ അഭിനയിക്കുന്നു. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു വനിതയായി നിങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും ചെയ്യാതെ സമൂഹത്തിൽ വെറുതെ നടക്കുന്ന ആളുകളുണ്ട്. അവർക്കൊരു ഇൻസ്പിറേഷൻ എന്ന നിലയിൽ എന്താണ് പ്രേക്ഷകരോട് പറയാനുള്ളത്? നമുക്കറിയാം ലഹരിയുടെ പുറത്തൊക്കെ ഇന്ന് ആളുകൾ ഓരോരുത്തർക്കും ഓരോ മൈൻഡ് ആയിരിക്കുമല്ലോ. എന്തായി തീരണമെന്ന് നമ്മൾ ഓരോരുത്തരും തിരഞ്ഞെടുക്കുന്നതല്ലേ. പിന്നെ കുറച്ചൊക്കെ നമുക്ക് സാമ്പത്തികമായുള്ള പ്രശ്നങ്ങൾ കൊണ്ടും കുറെയൊക്കെ ചിലത് സാധിക്കാതെ വരും. എന്നാലും നമ്മൾ ലഹരി എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ജീവിതത്തിനെ നശിപ്പിച്ച് കളയും. ഒരിക്കൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും തിരിച്ചു പോകാൻ സാധിച്ചെന്ന് വരികയല്ല. അത് കുട്ടികളായാലും വലിയവരായാലും ഉപയോഗിക്കാതിരിക്കുക. ലഹരിക്കെതിരെ കർശനമായിട്ട് ഇപ്പോഴത്തെ ഗവൺമെന്റ് വേണ്ട നടപടികൾ സ്വീകരിച്ച് ലഹരി വേണ്ട ഇനി നമ്മുടെ നാടിന്. ജീവിതത്തിന് ലഹരിയായിട്ട് ആസ്വദിക്കാൻ